ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റവ കൊണ്ട് ആവിയിൽ വേവിച്ചെടുത്ത ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കറക്റ്റ് അളവ് വേണം കേട്ടോ നമ്മൾ റവയ്ക്ക് എടുക്കുന്നതിന്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ രീതിയിലൊരു മധുരമായിട്ട് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ 1/4 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഒരു 1/2 ഗ്ലാസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് റവ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കണം. ഇനി നിങ്ങൾ 1/2 ഗ്ലാസ് റവയാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ 1 മുട്ട ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ റവ എടുത്ത അതേ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ടൊന്നും അരച്ചെടുക്കാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാം. റവയൊക്കെ നല്ലപോലെ കുതിരാൻ വെച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ അതാ ഏകദേശമൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം വനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതില്ലെങ്കിൽ 2-3 ഏലക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ആ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇനി ഇത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയുടെ കൂടെ നമ്മൾ ഈ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് പൊങ്ങി വരും കേട്ടോ. നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു സമയത്ത് കേക്കിൻ്റെയൊക്കെ പോലെ ആയി കിട്ടും. അപ്പോൾ ഈ ഒരു വാനില എസൻസും ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് നേരം മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഒരു 10 സെക്കൻഡ് നേരം മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 മുട്ടയും 1/2 ഗ്ലാസ് പാലും ചേർത്തിട്ടാണ് ഇത് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റ് അളവാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ കറക്റ്റ് പരുവം ഇതാണ്. ഇഡ്ഡലി മാവിൻ്റെയും ദോശമാവിൻ്റെയും ഇടയിലുള്ള ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു മുട്ടയും പാലും മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ആ ഒരു പരുവം. ഇനി ഇത് റെഡിയാക്കി എടുക്കുന്നത് ഞാൻ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ബൗളിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ വേറെ ഏതെങ്കിലും പാത്രങ്ങളോ ഗ്ലാസ്സോ എന്ത് വേണമെങ്കിലും എടുക്കുക കേട്ടോ. നമ്മുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെ അതെടുക്കുക. അപ്പോൾ ഇതുപോലെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പലഹാരം പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പകുതി മാത്രം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ച് പൊങ്ങി വരും. 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിതിലേക്ക് പകുതി മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു സമയത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നേരത്തെ തന്നെ നമ്മൾ വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാഷ്നട്ടോ കിസ്മിസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താണോ കയ്യിലുള്ളത് വെച്ചെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ വെള്ളമൊക്കെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ തിളച്ച് ആവി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയ തട്ടായതുകൊണ്ട് 2 തന്നെ കേട്ടോ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഞാൻ 2 പാത്രത്തിലാക്കിയിട്ടുള്ളത്. നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഈ 2 വെക്കുമ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണ്ട വെച്ച് കൊടുക്കാനും. ഇനി സാധാരണ നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കുമല്ലോ, അതുപോലെ വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൽ ആ ഒരു കുഴിയിൽ കൂടെ നമുക്ക് ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് 20 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ 20 മിനിറ്റ് ആയിട്ടുണ്ടോ, ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇനി ഇത് നല്ലപോലെ തണുത്തതിൻ്റെ ശേഷം മാത്രം വേണം കേട്ടോ പാത്രത്തിൽ നിന്ന് മാറ്റാൻ. നല്ലപോലെ തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് വിട്ട് കിട്ടും. ഇപ്പോൾ അത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. കണ്ട സൈഡൊക്കെ ഇപ്പോൾ തന്നെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കയ്യിലേക്ക് എടുത്താൽ തന്നെ പെട്ടെന്ന് നമുക്കിതൊന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടിപൊളി റവ കൊണ്ടുള്ള ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു പലഹാരമാണ്.
ഒരു ഗ്ലാസ് റവ വെച്ചിട്ട് തയ്യാറാക്കിയപ്പോൾ എനിക്ക് ഇതുപോലത്തെ 4 എണ്ണം കേട്ടോ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചെറുതൊക്കെയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ 4 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. ഇതൊരു കേക്കിൻ്റെയൊക്കെ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.